സമകാലിക ഇന്ത്യയിലെ ജൻസി വിപ്ലവം എന്ന നിലയിലാകും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരവും ആവേശകരമായ പരിസമാപ്തിയും ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക. ഭരണഘടന ഉയർത്തിപ്പിടിച്ചും മീമുകൾ അടക്കമുള്ള പുതിയ കാലത്തെ ആശയവിനിമയ മാർഗങ്ങളിലൂടെയും ജൻസി തെളിച്ചമുള്ള രാഷ്ട്രീയം പറഞ്ഞു. ദേശീയ മാധ്യമങ്ങൾ അവഗണിച്ചപ്പോഴും പാറ്റാക്കൂട്ടത്തിന്റെ ശബ്ദം രാജ്യം കേട്ടത് നവമാധ്യമങ്ങളിലൂടെയാണ്. സമരം ആരംഭിക്കുമ്പോൾ മുതൽ ഉന്നയിച്ച ആവശ്യങ്ങൾ എല്ലാം നേടി 35 ദിനരാത്രങ്ങൾക്കൊടുവിൽ CJP ജന്തർ മന്ദറിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ഇനി വരാനിരിക്കുന്ന നീതി തേടിയുള്ള സമരങ്ങൾക്ക് അത് കൂടുതൽ ഊർജ്ജമേക്കും. രാജ്യത്തെ യുവാക്കളുടെ പോരാട്ട വീര്യത്തെ അടയാളപ്പെടുത്തിയ 35 ദിവസം. ജന്തർ മന്ദർ അക്ഷരാർത്ഥത്തിൽ സമകാലിക ഇന്ത്യയെ അടയാളപ്പെടുത്തുന്ന സമരവേദിയായി മാറിയ ദിനങ്ങൾ. വെയിലും മഴയും കൊണ്ട് തണുപ്പിലും വിയർപ്പിലും വീണു പോകാതെ യുവതിയുടെ സമരവീര്യം രാജ്യമാകെ ആളിപ്പടർന്ന ദിനരാത്രങ്ങൾ. രാഷ്ട്രീയവും രാഷ്ട്രബോധവും അന്യമല്ലെന്ന് ജൻസി ഉറക്കെ വിളിച്ചു പറഞ്ഞ ദിവസങ്ങൾ. ഒടുവിൽ 1 മാസത്തിനിപ്പുറം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കീഴടങ്ങിയതോടെ നീതിക്കായുള്ള സമരം വിജയം കാണുകയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജൂൺ 6-നാണ് അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിൽ പ്രതിഷേധത്തിനായി ആദ്യം ഒത്തുകൂടുന്നത്. നീറ്റടക്കമുള്ള രാജ്യത്തെ പരീക്ഷാ ക്രമക്കേടുകളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു CJP. ഒരടി പിന്നോട്ട് പോയില്ല. ജൂൺ 26-ന് ജന്തർ മന്ദറിൽ സമരപ്പന്തൽ കെട്ടി അനിശ്ചിതകാല പ്രതിഷേധം തുടങ്ങി. സമരവേദിയിലെത്താൻ രാജ്യത്തെ യുവാക്കളോട് ആഹ്വാനം ചെയ്തു. തുടക്കത്തിൽ ജനപിന്തുണ കുറവെന്ന് വിലയിരുത്തപ്പെട്ട സമരം ക്രമേണ ശക്തിയാർജിച്ചു. പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യുവാക്കൾ ജന്തർ മന്ദറിലേക്കെത്തി. ദേശീയ മാധ്യമങ്ങൾ അവഗണിച്ചെങ്കിലും സമൂഹ മാധ്യമങ്ങൾ പാറ്റക്കൂട്ടത്തിന്റെ ശബ്ദമായി. എക്സിലൂടെയായിരുന്നു അഭിജിത് ദീപ്കയും CJP വക്താക്കൾ അടക്കമുള്ളവരുടെ അറിയിപ്പുകളും നിർദ്ദേശങ്ങളുമെല്ലാം. പ്രതിഷേധത്തിന് പിന്തുണയേറിയതോടെ ഇൻസ്റ്റാ ഫീഡുകൾ സമരപോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞു. രാജ്യത്തെ തകർന്ന വിദ്യാഭ്യാസ രംഗം നീറ്റാകണമെന്ന് എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെട്ടു. CJPക്ക് തുടക്കം മുതൽ പിന്തുണയറിയിച്ച ലഡാക്ക് സമരനായകൻ സോനം വാങ്ചുക് ജൂൺ 28-ന് ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ നിരാഹാരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ വാങ്ചുക് ഉറച്ചുനിന്നു. വാങ്ചുക്കിന്റെ സമരം CJP പ്രതിഷേധത്തിന് ദേശീയ ശ്രദ്ധ ലഭിക്കുന്നതിൽ നിർണായകമായി. 8 കിലോയിലധികം ശരീരഭാരം കുറഞ്ഞ് പേശീബലം നഷ്ടപ്പെട്ട് ആരോഗ്യസ്ഥിതി മോശമായ വാങ്ചുക്കിനെ ജൂലൈ 18-ന് രാവിലെ ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ച് ജന്തർ മന്ദറിലെ സമരവേദിയിൽ നിന്ന് മാറ്റി. ഡൽഹിയിലെ പോലീസ് നടപടിക്ക് പിന്നാലെയുണ്ടായ പ്രതിഷേധം CJP സമരത്തെ വീണ്ടും ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിച്ചു. വാങ്ചുക്കിന് പിന്നാലെ അഭിജിത് ദീപ്കെ നിരാഹാര സമരം തുടങ്ങി. സമരത്തിന് യുവാക്കളുടെ പിന്തുണയേറി. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യമറിയിച്ച് രംഗത്തെത്തി. എന്നാൽ സമരത്തിന്റെ ദിശ മാറിയത് പിന്നീടായിരുന്നു. വർഷകാല സമ്മേളനം ആരംഭിച്ച ജൂലൈ 22-ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റിലേക്ക് CJP നടത്തിയ പ്രതിഷേധ മാർച്ചിന് നേരെ ഡൽഹി പോലീസിന്റെ നരനായാട്ട്. സമാധാനപരമായ പ്രതിഷേധത്തിന് നേരെ പോലീസ് ഉപയോഗിച്ചത് പെല്ലറ്റും ഗ്രനേഡും കാലാവധി കഴിഞ്ഞ കണ്ണീർ വാതകവും. ഡൽഹി പോലീസിന്റെ അതിക്രമത്തിലും കേന്ദ്ര സർക്കാരിന്റെ കുറ്റകരമായ മൗനത്തിലും പ്രതിഷേധം ആളിക്കത്തി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CJP പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് സമരത്തിന് പിന്തുണയറിയിച്ച് ജന്തർ മന്ദറിലേക്ക് യുവാക്കൾ ഒഴുകിയെത്തി. CJPക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. നേരിട്ടെത്താൻ കഴിയാത്തവർ സമരം ചെയ്യുന്ന സഹോദരങ്ങൾക്ക് പല വിധത്തിൽ ഐക്യദാർഢ്യം അറിയിച്ചു. വടക്കെന്നോ തെക്കെന്നോ കിഴക്കെന്നോ പടിഞ്ഞാറെന്നോ വ്യത്യാസമില്ലാതെ രാജ്യത്തിനായി വിവിധയിടങ്ങളിൽ യുവാക്കൾ തെരുവിലിറങ്ങി. ഇൻക്വിലാബ് വിളിച്ചു. ആസാദിക്കായി ഒരുമിച്ച് പാടി. അയക്കുന്നയാളുടെ പേരില്ലാതെ ഭക്ഷണപ്പൊതികളും വെള്ളവും സ്വിഗ്ഗിയും സൊമാറ്റോയും വഴി ജന്തർ മന്ദറിലേക്കെത്തി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പിന്തുണച്ച് രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് രംഗത്തെത്തിയതും വഴിത്തിരിവായി. സമരം അവസാനിക്കില്ലെന്ന് ഉറപ്പായതോടെ CJP നേതാക്കളെ കേന്ദ്രം ചർച്ചയ്ക്ക് ക്ഷണിച്ചു.
എന്നാൽ കേന്ദ്രമന്ത്രിമാരെ കാണാൻ CJP പ്രതിനിധികൾ പുറത്ത് കാത്തുനിന്നത് 3 മണിക്കൂറിലധികമാണ്. പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊരനുനയത്തിനുമില്ലെന്ന് കടുപ്പിച്ചു CJP. അതിനിടെ ആശുപത്രിയിലായിരുന്ന സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കേന്ദ്രവും CJPയുമായി വീണ്ടും രണ്ടാംഘട്ട ചർച്ച നടന്നു. എന്നാൽ പ്രധാന്റെ രാജിയിലുടക്കി. ഇന്ന് വീണ്ടും ചർച്ച നടക്കുന്നതിന് മുൻപായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ആർക്കു മുന്നിലും മുട്ടുമടക്കാതെ പോരാട്ടവീര്യം ഒട്ടും ചോരാതെ 35 ദിവസത്തിനൊടുവിൽ പാറ്റാക്കൂട്ടം ജന്തർ മന്ദറിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ആധുനിക ഇന്ത്യയിൽ പുതിയ ചരിത്രം കുറിക്കപ്പെടുന്നു. അഹിംസ മുൻനിർത്തി രാജ്യത്തെ യുവാക്കൾ നയിച്ച പോരാട്ടത്തിനൊടുവിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം വീണ്ടും ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.